അനീതി കാണിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ദുൽമ ചെയ്യുന്ന, അനീതി ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നീതി അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അനീതിയെ, അക്രമത്തെ അള്ളാഹു തആല വെറുക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, കുഫാറുകളോട് നമ്മൾ ബറാഅത്ത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരോട് പോലും, കുഫാറുകളോട് പോലും, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് പോലും ഒരിക്കലും നമ്മൾക്ക് ദുൽമ ചെയ്യുക, അക്രമവും അനീതിയും ചെയ്യുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല. അല്ലാഹു തആല സൂറത്തു അൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു സമൂഹത്തോടുള്ള വെറുപ്പ്, വിദ്വേഷം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. കുഫാറുകളാണെന്ന് കരുതി, കാഫിറുകളാണെന്ന് കരുതി അവരോട് അനീതിയും അക്രമവും കാണിക്കുക എന്നുള്ളത് അള്ളാഹു അനുവദിച്ച കാര്യമല്ല. ഒരിക്കലും അള്ളാഹു ഒരു സന്ദർഭത്തിലും അനീതിയും അക്രമവും അനുവദിക്കുന്നില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, വിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ബിദ്അത്താണ് ഖവാരിജിയ്യത്ത്. ഖവാരിജിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒന്നാമതായി ഉണ്ടായ ബിദ്അത്താണ്. ഇസ്ലാമിൽ നിന്ന് ആദ്യം പേച്ചുപോയിട്ടുള്ള കക്ഷികളാണ് ഖവാരിജുകൾ. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ, ദാഇശ് എന്ന ചുരുക്കപ്പേരിൽ അദ്ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശാം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പാർട്ടി. അവരുമായി ഇസ്ലാമിന് ബന്ധമില്ല. അവർ ചെയ്യുന്നത് ദുൽമാണ്, അനീതിയാണ്, അക്രമമാണ്. ആധുനിക സലഫി പണ്ഡിതന്മാരെല്ലാം അവരുടെ പ്രവർത്തനത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ആ പാർട്ടിയിൽ ചേരുന്നത്, ആ സംഘടനയിൽ ചേരുന്നത് ശക്തമായി മഹാന്മാരായ സലഫി ഉലമാക്കൾ അതിനെ എതിർത്തിട്ടുണ്ട്. അവരുമായി അഹ്ലു സുന്നക്കോ സലഫികൾക്കോ യാതൊരു ബന്ധവുമില്ല. നിരപരാധികളെ കൊന്നെടുക്കുകയും അനീതിയും അക്രമവും അയച്ചുവിടുകയും ചെയ്യുന്ന ഇത്തരം സംഘടനയുമായി ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅ സലഫികൾക്ക് ബന്ധമില്ല. ഇത് പറയാനുള്ള, ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഇവിടെ ചില ആളുകൾ ഇത്തരത്തിലുള്ള ദാഇശ് പോലെയുള്ള, അതുപോലെ അൽ ഖായിദ പോലെയുള്ള, അതുപോലെ തന്നെ ഹിസ്ബുൽ മുജാഹിദിനെ പോലെയുള്ള ഭീകരവാദികൾ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനയുമായി സലഫികളെ ചേർത്ത് പറയാറുണ്ട് എന്നുള്ളതാണ്. ബോധപൂർവം സലഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ ആളുകളാണ്, ഇവരൊക്കെ സലഫികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും സലഫികൾക്ക് അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇത്തരം ദുൽമും അനീതിയും ചെയ്യുന്ന ഇത്തരം പാർട്ടികളോട് യാതൊരു ബന്ധവുമില്ല. മഹാന്മാരായ ആധുനിക സലഫി പണ്ഡിതന്മാരൊക്കെയും ഇത്തരത്തിലുള്ള സംഘടനകളെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇസ്ലാം ഒരു സന്ദർഭത്തിലും ദുൽമ്, അതുപോലെ തന്നെ അക്രമം, അനീതി ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അല്ലാഹു തആല അനീതി കാണിക്കുന്നവരെ, അക്രമം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നീതി കാണിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അപ്പൊ അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് നീതി പാലിക്കുക എന്നുള്ളതാണ്. എല്ലാ സന്ദർഭത്തിലും നീതി പാലിക്കാൻ നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമ്മൾ നീതി പാലിക്കണം.